അസ്സലാമു അലൈക്കും. വദാഇൻ്റെ തവാഫിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്ത ആളുകൾ ഇപ്പോഴും നമുക്കിടയിലുണ്ട്. ഉംറക്കൊക്കെ പോവും, ഹജ്ജിനും പോവും. പക്ഷേ ഹജ്ജിനും ഉംറക്കും പോയവർക്ക് മാത്രമല്ല വദാഇൻ്റെ തവാഫ് നിർബന്ധമാകുന്നത്. കേവലം മക്ക സന്ദർശിച്ച ആരുണ്ടോ, അത് ജോലിക്കാണെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ടവരെ കാണാൻ പോയതാണെങ്കിലൊക്കെ അവർക്കൊക്കെ നിർബന്ധമാണ്. മക്കയിൽ നിന്ന് 132 കിലോമീറ്റർ അപ്പുറത്തേക്ക് യാത്ര ചെയ്യുന്ന, അതായത് ജമ്മു കസറിൻ്റെ പരിധിയുടെ അപ്പുറത്തേക്ക് യാത്ര ചെയ്യുന്ന ആൾക്ക് വദാഇൻ്റെ തവാഫ് നിർബന്ധമാണ്. എന്നാൽ ഹൈലുകാരിക്ക്, ആർത്തവകാരിക്കോ നിഫാസുകാരിക്കോ നിർബന്ധമില്ല. അല്ലാത്ത എല്ലാവർക്കും നിർബന്ധമാണ്. ഇനി അഥവാ ആരെങ്കിലും അത് മറന്നിട്ടോ അത് ഒഴിവാക്കിയിട്ടോ ഉണ്ടെങ്കിൽ അറവ് നിർബന്ധമാണ്. ഒരു ഉദ്ഹിയ്യത്തിന് സമാനമായ ആടിനെ ഹറമിൽ വെച്ച് അറുത്ത് വിതരണം ചെയ്യൽ, എന്നാലേ അത് പരിഹരിക്കപ്പെടുള്ളൂ. അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ 3 ദിവസവും 7 ദിവസവും നോമ്പനുഷ്ഠിക്കുക. 3 ദിവസം ആദ്യം നോമ്പനുഷ്ഠിക്കുക, 1 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും 7 ദിവസം നോമ്പനുഷ്ഠിക്കുക. 10 നോമ്പ് പ്രായശ്ചിത്തമായിട്ട് നമ്മൾ നിർബന്ധമായിട്ട് നോറ്റുകിട്ടണം. ഗൗരവമുള്ള വിഷയമാണ്. ചില ആളുകൾ ജിദ്ദയിലേക്കാണ് അവരുടെ താമസം. 132 കിലോമീറ്ററിനുള്ളിലാണെങ്കിലും അവരും തന്നെ സ്ഥിരതാമസത്തിന് പോവുകയാണെങ്കിൽ അവർക്കും നിർബന്ധമാണ് എന്നാണ് സഹിഹായ അഭിപ്രായം. എന്നാൽ അവർക്ക് സുന്നത്തേ ഉള്ളൂ എന്ന് തുഹ്ഫ പോലത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അതനുസരിച്ച് അവർക്ക് എന്തായാലും സുന്നത്താണല്ലോ, നിർബന്ധമില്ലെങ്കിലും അത്തരം ആളുകൾക്ക് 132 കിലോമീറ്ററിൻ്റെ പരിധിയിലുള്ള ആളുകൾക്ക് സുന്നത്തുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വദാഇൻ്റെ തവാഫ് ചെയ്യുക. അല്ലാത്തവർക്ക് എന്തായാലും നിർബന്ധമാണ്. ഇപ്പോൾ റിയാദിലേക്കും അതുപോലെയൊക്കെയുള്ള നാട്ടിലേക്കും മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന ആളുകൾക്ക് എന്തായാലും അവർ 132 കിലോമീറ്റർ അപ്പുറത്തേക്ക് യാത്ര പോകുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് നിർബന്ധമാണ്. അത് മറക്കാതിരിക്കുക. സാധാരണ വദാഇൻ്റെ തവാഫിന് വുളു ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ തവാഫ് ചെയ്യുമ്പോൾ ശുദ്ധി ഉണ്ടായിരിക്കുക, നിയ്യത്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വദാഇൻ്റെ തവാഫ് കഴിഞ്ഞാൽ പിന്നെ അവിടെ മക്കയുടെ പരിസരത്ത് നിൽക്കാൻ പാടില്ല. പിന്നെ പെട്ടെന്ന് കഅബയോട് സലാം പറഞ്ഞ് നമ്മൾ പോകണം. ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് യാത്രയാണെങ്കിൽ പോകണം, അവിടം വിട്ട് പോകണം. നിസ്കരിക്കാൻ വേണ്ടി ഇഖാമത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം നിസ്കാരത്തിൽ പങ്കെടുക്കുക. ബാങ്കിൻ്റെ സമയമായാൽ പോലും അവിടെ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇതാണ് വദാഇൻ്റെ തവാഫ് ഇവിടെ പറഞ്ഞു, കഅബയോട് ഇവിടെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ ഉംറക്ക് പോവും, ഹജ്ജിന് പോവും, അതുപോലെ ആരെങ്കിലുമൊക്കെ കാണാൻ നമ്മുടെ കുടുംബക്കാർ ഉംറക്ക് വന്ന് അവരെ കാണാൻ പോവും. എല്ലാവർക്കും നിർബന്ധമാണ്. മനസ്സിലായോ? ഉംറക്കും ഹജ്ജിനും മാത്രമല്ല, കഅബ സന്ദർശിച്ച, അത് ജോലിക്കാണെങ്കിലും ആരെങ്കിലും കാണാൻ പോയതാണെങ്കിലും